സ്തോത്രം. നമ്മളെക്കാൾ ശക്തിയുള്ളവരെ ആരെങ്കിലും കണ്ട ഉടനെ നമ്മൾ ദൈവമാണെന്നങ്ങ് പറയാം. ഒരു തള്ള കയറി എന്നോണ്ട് അത് തള്ള അങ്ങ് ദൈവമായി. ഉടനെ പിന്നെ തള്ള അങ്ങ് ദൈവം കളിക്കുക. അമ്മയെ ബഹുമാനിക്കണം. അമ്മ ദൈവമല്ല. അമ്മയെ ബഹുമാനിക്കണം, അപ്പനെയും ബഹുമാനിക്കണം. അപ്പനെയും അമ്മയും നന്നായിട്ട് ബഹുമാനിക്കണം. പക്ഷേ അപ്പനും അമ്മയും ദൈവമല്ല. ദൈവം ഒരുവൻ സ്വർഗത്തിലുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കുകയും ചെയ്യണം. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം. അല്ല അവനെ കാല് മടക്കി അടിച്ച് വെട്ടിയാറ്റ് കനാലിൽ ഇടുകയല്ല. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിലും മിക്കതും ബഹുമാനമൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത്, പണ്ട് പ്രായമുള്ള അപ്പം തിണ്ണയിലിരിക്കാതെ പെൺപിള്ളേർ അതിലേ വരികയല്ല. വരത്തില്ല. പോവോ അമ്മേ? അപ്പം ഭൂമുഖത്തിരിക്കുക, കസേര ചാരി കസേര അപ്പച്ചൻ. അഥവാ കൊച്ചു പെൺപിള്ളേർ അകത്തു നിന്ന് പെട്ടെന്ന് ഇതിലേ വരുന്നെങ്കിലും അമ്മ പറയും, എടി ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയല്ലേ അമ്മേ? അമ്മ അങ്ങനെ പോയിട്ടുണ്ടോ അമ്മേ? അമ്മ ഇപ്പോൾ ഓർക്കാ, ദൈവമേ ഗ്രഹപ്പഴയ്ക്ക് മുന്നിൽ ചെന്നിരിക്കുകയും ചെയ്ത് അമ്മ നാളെ ഇവിടെ ഇരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനൊന്നും ചെയ്യത്തില്ല. പഴയ അമ്മമാർ പറയും, ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. വളരെ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കത്തില്ലല്ലോ. ഇല്ല, അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇനിയിപ്പം ആ കാലമൊക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പം നേരെ തിരിച്ചാ. അച്ചായൻ അവളകത്തോണ്ട് വല്യപ്പൻ എടുക്കുക. അപ്പച്ചൻ പറയും, അയ്യോ എൻ്റെ പാപ്പി നിന്റെ ഗതികേട്, ഭയങ്കര വീടും വെച്ചേച്ച് നിന്നെ പമ്മി ഇരിക്കുക. എന്തിനാണ് ആണ്ട പാലത്തേക്കൊരു താഴോട്ട് ചാടുന്ന നല്ലത്. നിന്റെ ഗതികേട്. ബഹുമാനമൊന്നുമില്ലെന്നേ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളൊരു വീട്ടിലോട്ട് കയറി ചെന്നേ, എല്ലാത്തിൻ്റെ കയ്യിൽ കുന്തം ഇരിക്കുക. എന്തോ മോനെ മൊബൈല്, അങ്ങോട്ടൊന്നിരുന്നേ, പിന്നെ ഇരുത്താം. പിന്നെ ഇതെല്ലാം കാണിച്ചാ ഇപ്പം പ്രസംഗിക്കുന്നേ. അങ്ങനല്ലേ? ഹായ്. അല്ല, വന്ന കിളവൻ്റെ ഇത് തന്നെ. അയാൾ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വന്ന്. ഒരു വീട്ടിൽ ചെന്നാൽ മിണ്ടുന്നുണ്ടോ? ഒരു സദസ്സ് വന്നാൽ തമ്മിൽ മിണ്ടുന്നുണ്ടോ? ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എല്ലാം ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുക. എന്നതാടാ മിണ്ടുന്നുണ്ടോ? പണ്ടൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ഞാനിതൊന്നും വിശദീകരിക്കണ്ട, തലേന്ന് കൂടും, സംസാരിച്ച് കാര്യങ്ങൾ തിരക്കി എല്ലാവരോടും ചേർന്ന് അരിഞ്ഞും പെറുക്കി. ഇതെല്ലാം കാറ്ററിങ് ആയതുകൊണ്ട് അതുങ്ങൾ പിന്നെ സമയത്ത് കൊണ്ടുവരും. നമ്മൾ ഷട്ടറിൻ്റെ അവിടെ ഇങ്ങനെ നിന്നാൽ മതി, അല്ലെ? മടമുഖത്ത് മീൻ നിൽക്കുന്നത് പോലെ. അങ്ങനത്തെ കാലമായി. പിന്നെ അങ്ങോട്ട് കയറിയിട്ടുള്ള യുദ്ധമൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. മിണ്ടുന്നില്ലല്ലോ, സംസാരമില്ലല്ലോ. എല്ലാം ഇതിനകത്തൂടെ. മേളിലുള്ളവനോട് വിളിക്കുന്ന മെസ്സേജ് അയക്കുക, ഊണ് കഴിക്കാൻ വരാൻ, ക്ലീൻ. ഉടനെ അവൻ വേണ്ട, ക്ലീൻ. എന്നാ കാലമാണോ? വല്ലാത്തൊരു കാലമാണ്. മിണ്ടാനൊക്കത്തില്ല. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തു, മോൻ അവിടെ ഉണ്ടോയെന്ന്. ഞാനവിടെ ഇരിപ്പുണ്ട്. ഏത് സ്ഥലമായി ഏത് വീടാണെന്നൊന്നും പറയത്തില്ല. മോനുണ്ടോ? സാധാരണ നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചോദിക്കുക, ജോഷുവ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോക്കട്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ അവൻ്റെ മുറി ചെല്ലും, ഇല്ലേ അവനെ ഞാൻ മുറിയിലൊന്നും ചില വിളിക്കും, ജോഷുവ എന്ന് വിളിക്കും. ഞാൻ തന്തയാ, ജോഷുവ എൻ്റെ രീതി അതാ. വിളിക്കും, തീർത്ത് വിളിക്കും. വിളി കേട്ടില്ലെങ്കിൽ കഥക ചെന്ന് മുട്ടും. എന്നെ ഒരാൾ അന്വേഷിക്കുന്നു. ഇത് എൻ്റെ രീതിയാണ്, നിങ്ങൾ യോജിക്കുകയല്ല. പുള്ളി പറയാ, മോൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, നോക്കട്ടെന്ന്. പുള്ളി വെളിയിൽ ചെന്ന് കാറ് നോക്കുന്നു, കാർ പോർച്ച്. കാറ് കണ്ടേച്ച് വന്ന് അവനിവിടെ ഉണ്ട്. പുസ്തകത്തിൽ അവനിവിടെ ഇല്ലെന്നാ. കുറ്റം പറഞ്ഞതല്ല, കാലത്തിൻ്റെ പോക്ക് അല്ലേ? ബഹുമാനമൊന്നുമില്ല, ബഹുമാനിക്കുന്നില്ല. ഇടയ്ക്ക് കയറി ഞാൻ ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ജ്യേഷ്ഠ സഹോദരിമാരെ അമ്മയെ പോലെ കരുതണം. ഇളയ സഹോദരിമാരോട് ഔവണ്ണം തന്നെ.
ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. സഭയിൽ പ്രായമുള്ള പിതാക്കന്മാർ കാണും, അവരെ ബഹുമാനിക്കണം. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ മിക്കപ്പോഴും പറയും, അവിടെ കൂട്ടായ്മയിൽ പ്രായമുള്ള ഒരാൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവരോട് പറയാം, അവിടെ ഇരിക്കും, എടുത്തുകൊണ്ട് കൊണ്ട് തരാം. ഇതാരെ നോക്കത്തില്ല, നേരെ വെടിക്കുറ്റി പോകും പോലെ. അങ്ങനല്ല. പ്രായമുള്ളൊരു അമ്മ വന്നെങ്കിൽ അമ്മ അവിടെ ഇരിക്കമ്മേ, വെള്ളവും കൊണ്ട് കൊടുക്കണം, ഭക്ഷണവും കൊണ്ട് കൊടുക്കണം. കൊടുത്തേച്ച് പിന്നെ മുങ്ങരുത്, ഇടയ്ക്ക് ചോദിക്കണം ഇനി എന്തേലും. അങ്ങനെയൊക്കെ ചെയ്യുമോ? കുറേ മറുഭാഷ പറയുന്നുണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ പഠിക്കണ്ടേ? ഇടയ്ക്ക് ഞാൻ കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പറയും ഇന്നൊരു ഉണർവില്ലായിരുന്നു, ചെല്ല് പറയും. ഇങ്ങനെ 66 കവിയിൽ അയ്യോ പിടിച്ചോളൂ. ഇങ്ങനെ ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടൂ. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാലത്ത് സത്യദൈവത്തെ അറിയാനാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ അവന് മുൻകാല ജീവിതം, അത് അറിയായ്മയുടെ കാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം. പെരിശ്ശേരി മത്തായിച്ചന്റെ പാട്ടാന്ന് തോന്നുന്നു നമ്മളെല്ലാം പാടുന്ന. അന്നേ മരിച്ചു പോയെങ്കിൽ, മത്തായിച്ചന്റെ പാട്ടാന്ന് തോന്നുന്നു പെരിശ്ശേരി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. നിർത്തിക്കേ. ആ പാട്ട് എന്ത് സുഖമാ പാട്ട്. അക്ഷരക്കണക്ക്, പദം ഇല്ലേ, താളം പിടിക്കുന്നവർക്കും കുഴപ്പം, നല്ല കണക്കാ. അത് തന്നെയല്ല ആദിപ്രാസമാണെന്ന് തോന്നുന്നു. അന്നേ കണ്ടോ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. ആദിപ്രാസമാണ്. മലയാളത്തിൽ പഠിച്ചില്ലേ ആദിപ്രാസം, അന്തിപ്രാസം, പിന്നെ ഉറക്കെ പറ മോളെ. ചവനപ്രാസോ? ഓച്ചേ ഉറക്കെ പറ ഓച്ചേ. അതാ. അപ്പൊ സ്കൂളിൽ പഠിച്ചത് ആദിപ്രാസം, അന്തിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം സ്കൂളിൽ പഠിച്ചതാ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. ഓ തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ന്യായവിധിയുടെ ആ പിടിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളോടൊരു കാര്യം പറയാം. ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും, വീട് വെടി കൊടുക്കേണ്ട, വസ്തുവും കൊടുക്കേണ്ട, തോത്രകാഴ്ച. ഇത് പിന്നെ തോത്രകാഴ്ച ഇത് കൺവെൻഷൻ നടത്താൻ വേണ്ടി, അതിൽ ഇത് രക്ഷപ്പെടാനാണോ? സ്തോത്രം. അത് നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഒപ്പിച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് മകൻ അതിനാ. അല്ലാതെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല. രക്ഷിക്കണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കയ്യും കാലും ഒന്നും പൊക്കണ്ട, ഇരിക്കുന്ന കിടത്ത് കേൾക്കുന്ന കിടത്തിരുന്ന ഒറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ യേശുവേ എൻ്റെ പാപം മോചിക്കണം, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. യേശു ഒരു വിഭാഗത്തിൻ്റെ ദൈവം അല്ലെന്ന് ആദ്യം പഠിക്കേ. കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, സാൽവേഷൻ, CSI, CMS, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി, ബെന്തിക്കോസ് ബ്രദർ, ഒത്തിരി ഉണ്ടല്ലോ. ഇവരുടെ ആരുടെയും കുത്തകയല്ല. യേശു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അംഗീകരിക്കാം, ആരാധിക്കാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. അതുപോലെ ശ്രേഷ്ഠനായ യേശു. സ്തോത്രം.
മറ്റേ എല്ലാ ഇടങ്ങളിൽ എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല, എല്ലാ ഇടങ്ങളിൽ കയറാനും ഒക്കത്തില്ല, പോകാനും ഒക്കത്തില്ല, എല്ലാം ഒന്നും പറയാനും ചൊല്ലാനും ചൊലുത്താനും എല്ലാവർക്കും അനുവാദമില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം. ആമൻ കറുത്തവനും വരാം, വെളുത്തവനും വരാം, സുജേലനും വരാം, കുബേരനും വരാം, പണ്ഡിതനും പാമനും, നിറവുള്ളവനും നിറമില്ലാത്തവനും, ആമൻ വിദ്യാവിഹീനനും വിദ്യാ നിപുണനും, ആമൻ സ്തോത്രം ദേശത്തെ പ്രമുഖരല്ലാത്തവർക്ക് ഏർക്കും ഏത് സമയത്തും വരാം. ചിങ്ങമാസത്തിലും വരാം, കന്നിമാസത്തിലും വരാം, തുലാമാസത്തിലും വരാം, വൃശ്ചികത്തിലും വരാം, കർക്കിടകത്തിലും വരാന്ന്. അല്ല ലേശു പറയാതെ അങ്ങമ്മയെ കർക്കിടകത്തിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പരിവക്കേടിയിരിക്കുക. കാറ്റും മഴയാ നീ ഇങ്ങോട്ട് വന്ന് ഇല്ല എല്ലാവർക്കും ഏത് സമയത്ത് യേശുവിൻ്റെ അടുക്ക വരാന്ന്. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. ഇന്ന് രാത്രി എല്ലാ കാര്യവും എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല, അപ്പൊ എനിക്ക് സഹായമായിട്ട് നിൽക്കണം. അത് വളരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാതെ എന്നെ നോക്കണം. സ്തോത്രം. അതിൻ്റെ പേരെന്നെ എന്തേലും ആയിക്കോട്ടെ, അത് വണ്ണം വെക്കുന്നുണ്ടോ വളരുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് നോക്കിക്കോണം. ഞാൻ പൊട്ടനാ, അപ്പം പൊട്ടനാകുന്ന എനിക്കൊരു സഹായം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആർക്കും ഏത് സമയത്തും യേശുവിൻ്റെ അടുക്ക വരാം. യേശു മുഴു ലോകത്തിൻ്റെ ദൈവമാ, ഒരു വിഭാഗത്തിൻ്റെ ആളല്ല. ഈ കാണുന്ന സകല സരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം. വെട്ടിയാറായതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ചൊല്ലുക. പണ്ടൊന്ന് ചൊല്ലിയതാ, ഒന്നുകൂടെ ചൊല്ലുക. ചൊല്ലട്ടെ. പിന്നെ സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവമേ, അതിലോ മിതലോ നിതലോ സുതലോ ഒക്കെ ഉണ്ടല്ലോ, ആയിക്കോട്ടെ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമന്ദിത പദാം പുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഒരു തമിഴും കൂടി ഇരിക്കട്ടെ. യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിനായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ദൈവം സകല ദേവവൃന്ദമന്ദിത പദാം പുജൻ. എനിക്ക് കാലിന് വേദന നീരുവടക്കുണ്ട്, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമന്ദിത പദാം പുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ മോസസ്, സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാം. എബ്രായ പദമാ. ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശബ്ദായി യൂയലോകി അഡോണായി. അത് തിയോളജി പഠിച്ചവർക്കറിയാം. ഇലോകി ശബ്ദായി യൂയലോകി അഡോണായി. വിലോപമന്യേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു.
ഗൂഢവഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടെ തന്നിജാചയൻ ആത്മാവെന്നവ രണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ടം കളകൂചിതം പോലെ അല്ലാതീശനെ മനുഷ്യരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക. ഇതാരാ ഉണ്ടാക്കിയെന്ന്? എടാ പൊട്ടാ, ദൈവം ഉണ്ടാക്കിയതാ. നീ ഇങ്ങനെ തപ്പി കിടക്കുക. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായി പൂനിജാത്മാനം കാരണം വിനാകാര്യം നോത്പത്യത എന്നുള്ളതായമാം ആ പ്രമാണത്തെ അറിഞ്ഞ അനാസ്തികർ കാജിന് കൊള്ളാതുള്ള കരത്തിൻ താടികൾ നാൽനാഥരായൊഴിഞ്ഞും ജോനായിരം ബലിത്തിരക്കാജിനെ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈജനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ വിതരണമായുള്ള ഒരു തപ്തതപ്തിയിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ കൃപാർണവ, നമസ്തേ നദ ജനപാലന പാരായണ. മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വേച്ഛയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല. നിന്നുടെ കരം ചേർന്നാൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്താലും മോശമാകത്തില്ല. ഇതൊരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴുലോകത്തിന്റെ ദൈവമാ. ഇതൊരു സംഘടനയുടെ ദൈവമല്ല, ഇത് മുഴുലോകത്തിന്റെ ദൈവമാ. ഇത് വെളുത്തവന്റെ മാത്രം ദൈവമല്ല, കറുത്തവന്റെ മാത്രം ദൈവമല്ല, ഇരുനിറക്കാരന്റെ മാത്രം ദൈവമല്ല, വെളറിയവന്റെ ദൈവമല്ല, കേരളത്തിന്റെ മാത്രം ദൈവമല്ല, ഇന്ത്യയുടെ മാത്രം ദൈവമല്ല, അമേരിക്കക്കാരന്റെ ദൈവമല്ല, പേർഷ്യക്കാരന്റെ ദൈവം. ഇത് മുഴു ലോകത്തിന്റെ ദൈവമാ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയ ദൈവം. ദൈവത്തെ പറ്റിയാ ഇന്ന് രാത്രി എന്റെ നിലയനുസരിച്ച് സംസാരിക്കുന്നത്. ഈ ദൈവത്തെ ആർക്കും ഭജിക്കാം, ആർക്കും ആരാധിക്കാം. അങ്ങനെ ആർക്കും ഇല്ലയോ? പിന്നെ ആർക്കും. അതുകൊണ്ടല്ലേ ഇത്രയും പേരിങ്ങനെ ഇരിക്കുന്നത്. അതെല്ലാം ടൈപ്പ് സാധനമായിരിക്കുന്നത്. അടുത്ത് നോക്കണം തനിനിറം ആണെന്ന്. ആർക്കും. എന്നാലും ഞാൻ ആർക്കും അന്ന് ഒരുത്തം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന്, നാടൻ പാട്ട്. ആർക്കും മെട്ടാം, ആർക്കും മെട്ടാം കളിനീലി കരിമ്പന. കേട്ടിട്ടില്ലേ? എൻ്റെ വല്യമ്മച്ചി പാടി കേട്ടിട്ടുള്ളതാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. 5 പൈസ നീ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട. നീ ഹൃദയം തുറക്കത്തോടൊരൊറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ വല്ലഭത്തമുള്ളവനാ നസറായൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. കാദേശ് യഹോവയ്ക്ക് വിശുദ്ധം. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ അങ്ങനെ വിശുദ്ധീകരിച്ച കാദേശ് നടുങ്ങി. എന്തുകൊണ്ടായി കാദേശ് നടുങ്ങാൻ കാര്യം? ഓടിച്ചു പോകാം. കാദേശ് എന്ന വാക്ക് നിർത്തി യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം നടുങ്ങാൻ കാരണം നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്കറിയാം. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിലൊന്ന് ആ കാദേശ്. വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ. മോളെ വായിച്ചേ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 പെട്ടെന്ന്. ഇപ്പോൾ എഴുന്നേറ്റ് സേരദൂതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നു. നാം കാദേശ് ബെർന്നോയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നാം സേരദൂതോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബെർന്നോയിൽ പുറപ്പെട്ടത് മുതൽ സേരദൂതോട് കിടക്കുമ്പോഴുള്ള കാലം 38 സമ്പലതരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ ഇവരോട് സത്യം ചെയ്തതുപോലെ വാളികത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. മുടിഞ്ഞെന്ന് പറയാൻ എനിക്കൊരു വൈഷമ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടങ്ങ് വായിപ്പിച്ച. മോള് വായിച്ചോ? കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിച്ച് ഒക്കൂ. അപ്പോൾ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ നമ്പർ 1 സ്ഥലമാണ്. ഏതൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാണ് കനാൻ. ആ കനാന് പല പേരുകളാണ്. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാടെന്നൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെ വിശുദ്ധ നാടൊന്നുമില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5:19 വായിക്കുന്ന സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനത എന്നാണ്. പിന്നെ ഇവിടെ വിശുദ്ധ നാട്. പിന്നെ അവർ വാദിക്കുന്നത് വിശുദ്ധ നാടെന്ന് അവർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പാദസ്പർശനമേറ്റ സ്ഥലമായതുകൊണ്ട് അത് വിശുദ്ധ നാടെന്നൊക്കെ ആ ചൊല്ലി പറയുന്നത്. ആട്ടെ, സ്തോത്രം. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ് കനാൻ ദേശം, നല്ല സ്ഥലമാണ്.
എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പോലെ വേറൊരു സ്ഥലം ഉലകത്തിലില്ല. എന്താ കനാന്റെ പ്രത്യേകത? എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കാൻ നേരമെങ്കിലും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച മോളെ, ഇനി നിങ്ങൾ മക്കളെ നിങ്ങൾ ചടിയടാന്ന് ഇനി വായിച്ചോണം. ആവർത്തനം 8-ന്റെ 7 മുതൽ. നിന്റെ ദൈവമായ യഹോവ 2 മൈക്ക് ഇവിടെ കൊടുക്കണം, ഇല്ലേ പ്രശ്നമാകും യോഗം കഴിയുമ്പോൾ. വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരടുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേതലമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പാകിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ സ്തോത്രം ചെയ്യണം. നല്ല ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. അല്ല, നമ്മോടുള്ള ബന്ധത്തിൽ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഭാഗ്യം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ് ഈ ദേശത്തിന്റെ വിശേഷത. പുറപ്പാട് 3:17, 18, അതുപോലെ തന്നെ ആവർത്തനം 11, 10, 12, 13 സങ്കീർത്തനം 6-ാം വാക്യോ 106-ാം സങ്കീർത്തനം 24 ഒക്കെ ചേർത്ത് കോർത്തിണക്കിയാ പറയുന്നത്. ഇന്നതിന് മുതിരുന്നില്ല ദൈവത്തിന് മകത്ത്. അതുകൊണ്ട് ആവർത്തനം 8-7 ഇപ്പം വായിപ്പിക്കുന്നുള്ളൂ. നല്ലൊരു ദേശമാണ് കനാൻ ദേശം. കനാൻ 4 അതിര. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്ട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ ഒന്നിച്ച. ഇതിന് പല പേര് വരാൻ കാര്യം, കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശം കൈയടക്കി. അതുകൊണ്ട് കനാന്റെ സന്തതികൾ കൈയടക്കിയത് കൊണ്ടാണ് ഈ ദേശത്തിന് പിന്നെ കനാൻ നാടെന്ന് പേര് പറഞ്ഞത്. ചില സഭയൊക്കെ ചില ആൾക്കാർ കൈയടക്കും, പിന്നെ അവരുടെ പേരിലാണ് സഭ അറിയപ്പെടും. തങ്കച്ചൻ്റെ സഭ, വേവിച്ചൻ്റെ സഭ, ബാബുവിൻ്റെ സഭ, തങ്കമ്മയുടെ സഭ, കുഞ്ഞോനച്ചാൻ്റെ സഭ, കുഞ്ഞോളമ്മയുടെ ഉണ്ട് സഭ. മോളമ്മയുടെ സഭയോ? തള്ള കേൾക്കരുത്. നല്ല 50 ഇവിടെ കണ്ട് വന്നിട്ടുണ്ട് കുന്തമെല്ലാം തള്ള തല്ലി പൊട്ടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ യേശുവിന് സഭ ഇല്ല. അല്ല, അങ്ങനെയാണല്ലോ. പാർക്കെ നിന്ന് മുട്ടുന്ന ഇട എന്നെയും കൂടെ അങ്ങോട്ട് ബേബിയെ ഞാനിവിടെ അങ്ങോട്ട് കയറട്ടെന്ന് ഇവിടെ പറഞ്ഞില്ലേ. കമ്മിറ്റി തീരുമാനിച്ചില്ലെന്ന് പാപ്പച്ചനോട് ചോദിക്കട്ടെന്ന് പാപ്പിച്ചായും പറയാന്നേ. യേശു വാതുക്കെ നിന്ന് വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുക. ആരിന്ന് രാത്രി ഹൃദയവാതിൽ തുറന്നു കൊടുക്കും? യേശു നിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ദേശം കൈയടക്കി. പിൽക്കാലത്ത് അവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യം പടിഞ്ഞാറ തീരത്ത് ഫെലിസ്തീൻ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ റോമരുടെ കാലം വന്നപ്പോൾ ഫെലിസ്തീൻ ധാരാളം ഉള്ളത് കൊണ്ട് ലോപിച്ചാണ് പലസ്തീൻ എന്ന പേര് വന്നത്. എബ്രായരുടെ ദേശം എന്ന് പറയാൻ കാര്യം ഗോത്രപിതാവാകുന്ന അബ്രഹാമിൻ്റെ അബ്രഹാം ഗോത്രപിതാവെന്ന് എബ്രായത്തിൽ വാക്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ചെല്ലി പറയും അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ആയതുകൊണ്ടാണ് യാക്കോബ് ആ ഗോത്രപിതാവായിട്ട് പിന്നെ ആമൻ രംഗത്ത് വന്നത്. എന്നിരുന്നാലും കൊള്ളാം, ആ ഗോത്രപിതാക്കന്മാരാകുന്ന രൂബേൻ മുതൽ ബെന്യാമിൻ വരെ പിന്നെ മനശ്ശെയും എബ്രാഹിം എല്ലാം കൂടെ ചേർന്ന് ഈ ദേശം വന്ന് ആമൻ കൈയടക്കി പാർത്തത് കൊണ്ട് ഇത് എബ്രായരുടെ ദേശമെന്ന് പിന്നത്തെ പേര് വന്നു. വാഗ്ദത്ത നാടെന്ന് പേര് വരാൻ കാര്യം ലോത്ത് അവൻ നീരോട്ടമുള്ള സ്ഥലം തട്ടിയെടുത്ത് അവനെ ന്യൂട്രൽ അടിച്ചു മാറ്റാൻ ബിരുദം ഉള്ള ധാരാളം ആൾക്കാർ
പിന്നെ പമ്മി അട കണ്ണടാൻ നോക്കിയിരിക്കുക അവനെ. സ്തോത്രം. കൂടെ പമ്മി നിൽക്കുക. ഇവനെ ലോത്ത് ഒത്തിരി താമസിച്ചാ കിടക്കുന്നത്. വെളുപ്പിനെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു, ഇവൻ കണക്ക് കൂട്ടുക. ഇയാൾ കണ്ണടയും മിക്കാറും ഇതെനിക്ക് എന്നും അങ്ങ് പാസ്ബുക്ക് നോക്കുന്നവരുണ്ട്. ചുമ്മാ പോകുമ്പോൾ മണ്ട് നിർത്തി കുത്തി നോക്കുക എത്ര ഉണ്ടെന്ന്. ആര്? അപ്പൊ ലോത്ത് ഇങ്ങനെ കണക്ക് കൂട്ടി. ഇവന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഇവൻ മുഴുവൻ അടിച്ചു മാറ്റിയെന്നല്ല, അവൻ നീരോട്ടമുള്ള ഫലമെല്ലാം കണ്ടു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീഡയും വന്നു. സ്വാഭാവികമാണ്. എന്നാൽ ഇവൻ എൻ്റെ കൂടെ നടന്നിട്ട് സമയം കിട്ടിയപ്പോൾ ഇവൻ ഇത് അടിച്ചു മാറ്റി എടുത്തല്ലോ എന്ന് ചിന്ത വന്നിങ്ങനെ. എന്നാൽ ഇവന് കൊണ്ടുപോകുന്ന അബ്രഹാം ഭാരപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവറാച്ച ഭാരപ്പെടണ്ട. അവറാച്ചൻ തലപൊക്കി തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും നോക്കിയേ. ഇത് മുഴുവൻ അവറാച്ചനാ. അങ്ങനല്ലേ മോളെ വായിച്ചേ? 13:10 പെട്ടെന്ന് വായിക്ക്. ഞാൻ ആ ഭാഗം പറയുമ്പോൾ മക്കളെ നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കണ്ടേ? 13:10 വായിരേ. അവനെ കൊല്ലേണ്ടതിന് ആരെ? ഉൽപ്പത്തി പുസ്തകം 13:10. എൻ്റെ പൊന്നു മോളെ വായിച്ചോ. ഞാൻ ഓർത്താ ഭാഗം അറിയാന്ന് ഓർത്താ പറഞ്ഞത്. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയും അത്ര ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു. അടുത്ത വാക്യം വായിച്ച ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ. അല്ല മോളെ 14-ാം വാക്യത്തിലുണ്ടല്ലോ, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അങ്ങനെ ഒരു വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കം. അവരാച്ചാ നീ തലയും താഴ്ത്തി പാരപ്പെട്ടിരിക്കാതെ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കണം. പിന്നെ നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും. ഇത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദേശമാകിയാൽ ഇതിന് വാഗ്ദത്ത നാടെന്ന് പേര്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സുന്ദര സുലഭലമായ നല്ല സ്ഥലമായിരുന്നു ഈ കനാൻ നാട്. ഏദൻ പർദീസ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാണ്. ഏദൻ തോട്ടം മെച്ചമല്ലയോ? ശ്രീവിളങ്ങുന്ന തോട്ടമെന്ന കവി കൊടുത്തിരിക്കുന്നത്. നന്ദനം, ചൈത്രരഥ, പുരാണങ്ങൾ ഇവയ്ക്കൊന്നും മടികൂടാതുള്ള നല്ല സുന്ദര സുരമല. ഇപ്പോൾ ആംഗലേയ ദ്വീപ് പോലെ അങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആംഗലേയ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്ഥലമായി ഏദൻ തോട്ടം. കേരവും ഗംഭീരവും ചെറുനാരകം കേരം അതെല്ലാം ഉണ്ടായിരുന്നെന്നാ കവിയുടെ ഭാവന. കേരവും ഗംഭീരവും ഈന്തലിങ്കരിം മുളിപേരയും നാഗരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം അമ്പഴ ഉണ്ടായിരുന്നു, തേന്മാവ് ഉണ്ടായിരുന്നു, നാടനുണ്ടായിരുന്നു, മൂവാണ്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയാ? കിളിച്ചുണ്ടൻ. പിന്നെ ആമറങ്ങൾ ആമറാതകം ജത്തിയും അത്തിവൃക്ഷം കമ്രമാം താത്രി താല ജാലങ്ങൾ പീലുക്കളും കാപ്പി ഉണ്ടായിരുന്നെന്ന്. ഗന്ധപുഷ്പങ്ങളേകും ജമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തക്ഷതം സപ്തം 7 ക്ഷതം പാല 7 പാല. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി. അയാളിപ്പോ തെറിയും പറയാൻ തുടങ്ങി. അപ്പൊ ഒരാൾ അയാൾ പണ്ടേ തെറി പറയുമായിരുന്നല്ലോ. എന്തുവേണം ഗൂസ്ബറി? ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും ആപ്പിൾ വൃക്ഷങ്ങളേകം ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷിതങ്ങളുമായ സസ്യഗുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ വെള്ളരി മുതലായ ഈ തള്ളയ്ക്കും തന്തയ്ക്ക് ആരാമത്തിൽ കൂടെ അങ്ങനെ നടന്നാൽ പോരായിരുന്നു. തള്ളയുടനെ ആ കയറി പറിച്ച് ആ ആപ്പിൾ കഴിച്ചാൽ ഈ തള്ള കുറച്ചുകൂടെ നന്നായേനുമായിരുന്നു. ഗൂസ്ബറി എന്തെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും പാമ്പ് പറഞ്ഞപ്പോൾ തള്ള അതാ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. കനി തിന്നതാ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നല്ല സുന്ദര സുരബലമായ ദേശമാണ് കനാൻ ദേശം.
ആ കനാൻ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാ ഏദൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാ കനാൻ. എല്ലാം വിവരിക്കുന്നില്ല. മോളെ 8:7 മുതൽ ആവർത്തനം 8:7 മുതൽ വായിച്ച കനാന്റെ പ്രത്യേകത മുമ്പേ വായിച്ച വാക്യം ഒന്നുകൂടെ ആവർത്തിച്ച് വായിച്ചു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച മോളെ. നല്ലൊരു ദേശത്തേക്കല്ലോ അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. പിന്നെ അത് താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും. ഈ ദേശത്തിന്റെ പ്രത്യേകത എല്ലാം വിവരിക്കുന്നില്ല. ദേശത്തിന്റെ പ്രത്യേകത വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. ഇഷ്ടം പോലെ വെള്ളമാണ്, ഇഷ്ടം പോലെ വെള്ളം, വെള്ളത്തിന് പഞ്ഞമില്ല. താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ വെള്ളമല്ല നിന്നെന്ന്. വെള്ളവും നിന്നു, പിന്നെ അങ്ങനെ പലതും നിന്നെന്ന്. അച്ഛാ നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നെന്നാ. നിന്ന് പോയെന്നാ ചിലർ. എന്നാ നിന്നെന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല. തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? തർക്കിച്ചാൽ ഗുരുവും ശിഷ്യനും തർക്കിച്ച് എത്രയോ കൊല്ലം തർക്കിച്ച്. ഗുരു തർക്കിക്കുമ്പോൾ ശിഷ്യൻ അപ്പുറേ തർക്കം, കണ്ണനം. ഗുരു ആറാട്ടുപുഴ മണപ്പുറത്ത് കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് ഭാഗത്ത് നിന്ന് ഗുരു പറഞ്ഞ് നിന്നടോ. അപ്പം ശിഷ്യൻ കുമ്പനാട്ട് എന്ന് പറഞ്ഞ് നിന്നില്ല അച്ഛാ. മനസ്സിലായി കാണും. അപ്പം ഗുരു പറഞ്ഞു കടോര കൂടാരോ ക്രീത്ത ക്രീ. അപ്പം ഗുരു പൂവത്തൂരു എന്ന് പറഞ്ഞ് അങ്ങനല്ല, പുള്ളി അതിന് വ്യാഖ്യാനമൊക്കെ കൊടുത്തു. എന്നും കണ്ണനോ അവസാനം എനിക്ക് തോന്നുന്നത് കേജി കുര്യച്ചനാന്നോ കേജി തോമാച്ചനാന്നോ പറഞ്ഞ മതി നിർത്തേ, രണ്ടുപേരും തോക്കുകയല്ലെന്ന് പറഞ്ഞു. രണ്ടും കട്ടക്കട്ടയാണ്. എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? നിന്നിട്ടില്ല അച്ഛാ. ഇതിപ്പം നിൽക്കത്തുമില്ല. നിൽക്കുന്നതിന് മുന്നേ നീ രക്ഷിക്കപ്പെട്ടോണം. നിൽക്കുന്നതിന് മുന്നേ നീ ഇത് പ്രാപിച്ചോണം. ഇത് സൗജന്യമായി തരുന്നതാ. ദൈവത്തിന് മഹത്വം. തർക്കിക്കാനൊന്നും ഞാനാളല്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. ഇങ്ങനെ ആ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുക ഒരു നദി ഉണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ടത് കുലുങ്ങിപ്പോകയില്ല. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ആലികത്തിന്റെ ഉമ്മരപ്പെട്ട് കീഴേ നൊടുങ്ങുന്നതായിട്ട് യഗസ്കേലി വായിക്കുന്നല്ലോ. 1000 മുഴമളന്ന നരിയാണിയോളം, പിന്നെ 1000 മുഴം മുട്ട്, പിന്നെ 1000 മുഴം അരയോളം, പിന്നെ 1000 മുഴം. അവൻ നീന്തികിട്ട് കടപ്പാൻ വകയാത്ത ആത്മനദി ഇന്ന് രാത്രി ആത്മതയിൽ അവൻ യാനം ചെയ്യണം. അത് പ്രാപിക്കാനാ ബഹുമാന്യ. എനിക്ക് തോന്നി ചരിത്രം അവിടെ 5000 പൗണ്ട് ബില്യമ്പൂത്തല്ലയോ പാടിയത്? ഹേ രക്ഷയാ കടൽ തീരത്തെ കാണ്ടുന്ന പാടിയല്ലയോ? ഹേ രക്ഷയാ ദിവ്യസ്നേഹ കടലേ. ആ പാട്ടറിയത്തില്ലേ? ഹേ രക്ഷയാ ദിവ്യസ്നേഹ കടലേ. യേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. ഇച്ചിരി തെറ്റുണ്ടെന്ന് ഇച്ചിരി തെറ്റിയല്ലേ? നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ തെറ്റിച്ചെന്ന്. നമ്മൾ രണ്ടും തെറ്റിച്ചു. നമ്മൾ രണ്ടും സമശിക്ഷാവിധിയില, എന്നിട്ടും പഠിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അതെ, ബന്ധുക്കോസുകാരത് പാടി കുളമാക്കി. എന്തിനാണ് മാറ്റം വരുത്തിയത്? എന്തിനാ മാറ്റം വരുത്തിയത്? അത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇച്ചിരി നമ്മൾ പാടുന്ന ഇച്ചിരി തെറ്റാ. അത് അവർ പാടിയാലേ ഒക്കുള്ളൂ. സ്തോത്രം. അദ്ദേഹം സുവിശേഷകൻ ദൈവദാസൻ ഇത് പ്രാപിക്കാനായിട്ട് ഞാൻ വിവരിക്കുന്നില്ല, ചരിത്രത്തിലോട്ട് പോകുന്നില്ല, നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ആഗ്രഹത്തോടെ വന്നവരെ ദൈവം നിറയ്ക്കും. ഇത് ആരുടെയും കുടുംബസ്വത്തല്ല, ഒരു സഭയുടെയും സ്വത്തല്ല. അല്ല, ഇത് IPCയുടെയും ചർച്ചോക്കോടിന്റെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണോ? ഇവിടെ പൊട്ടാ, ഇത് ദേവലോകത്തിൽ നിന്ന് കൊടുക്കുന്നതല്ല, അന്ത്യോക്യയിൽ നിന്ന് കൊടുക്കുന്നതല്ല, വത്തിക്കാനിൽ നിന്ന് കൊടുക്കുന്നതല്ല, കുമ്പനാട്ടിൽ നിന്ന് കൊടുക്കുന്നതുമല്ല, പുനരൂന്ന് കൊടുക്കുന്നതുമല്ല, സിയോകുന്ന് മുളക്കുട അവിടുന്ന് കൊടുക്കുന്നത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്നതാ.
ഇത് ദൈവത്തിന്റെ ദാനമാ. ഇന്ന് രാത്രി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ നിനക്ക് പ്രയാസം. ഉടനെ ഞങ്ങളുടെ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അവിടെ നിന്നും വരുന്നതല്ല. ഇത് ഓരോരുത്തരുടെയും കുടുംബ സ്വത്തല്ല, ദൈവത്തിന്റെ ദാനമാ. സ്തോത്രം. അതല്ലേ രണ്ടുപേരോട് സംഭാഷിച്ചില്ല മണിക്കൂറുകളോളം യേശു ഇല്ലേ സഹോദരി? ഓ ശമരിയായില്ലേ അമ്മാമ? രണ്ടുപേരും എത്ര മണിക്കൂറാ സംസാരിച്ചേ? ഒരു പ്രശ്നവും ഉണ്ടായില്ല. നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അടിയുടെ ആറാട്ടായിരിക്കും. രണ്ടുപേരും സംസാരിച്ചു. കർത്താവും വളരെ ബഹുമാനിച്ച ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു കുടിക്കാൻ. യഹൂദനാകുന്ന നീ? രണ്ടുപേരുടെ സംഭാഷണം തുടങ്ങി. എനിക്ക് പാട്ട് അറിയത്തില്ല, നിങ്ങൾ അറിയാം? മോനറിയാം പാട്ട്? അപ്പം പറയാം അതും തെറ്റിച്ചെന്ന് പറഞ്ഞ് പിന്നെ നിർത്തിക്കാനായിരിക്കുമെന്ന്. കയറില്ല പാളയുമില്ല, പിന്നെങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെങ്ങനെ കിട്ടും. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യഹൂദൻ, ഞാനിന്നൊരു ശമരിയായ സ്ത്രീ. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അത് വിവരിക്കുന്നില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കുമെന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. കനാന്റെ പ്രത്യേകത താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശമാണ്. ഞാൻ പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം, പെന്തിക്കോസുകാരല്ലാത്തവരും കേട്ടോ. അവൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഞങ്ങളെ എല്ലാവരുടെയും കാര്യമല്ല, ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഗൂഢോത്രവും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറഞ്ഞ മറുഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന്, നീ കോഴിക്കോട്ടിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവരണ്ട, കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവരണ്ട, കൊടൈക്കനാലിൽ നിന്ന് വരക്കണ്ട. അവൻ കാണാൻ വലിയ ചെലവൊന്നും ഞങ്ങളെ കണ്ടാലില്ല. ചിലപ്പോൾ കറുത്തായിരിക്കും, മെലിഞ്ഞായിരിക്കും, മൂക്കെന്ന് കണ്ണേ പോണേ ഓട്ടോ പിടിക്കണം. ഇതുപോലൊന്നും അല്ല. ഇതുപോലെ ആയോ ആരാധിക്കാനും ഒക്കത്തില്ല. സ്തുതിച്ചാട്ട് ശക്തിയോടെ അയ്യമ്പതൊക്കെ നല്ല പക്കി പറക്കും പോലെ. സ്തോത്രം. എടാ ഞാനൊരു കാര്യം പറയാം. ആമേൻ. രക്ഷിക്കപ്പെട്ടത് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും കാണത്തില്ല, വിദ്യാനിപുണന്മാരും ഒന്നും ആയിരിക്കുകയല്ല. ആമേൻ. വലിയ മെച്ചമോ മേന്മയോ നന്മയൊന്നും പറയാനൊക്കത്തില്ല ലോകപ്രകാരം. പക്ഷേ ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഗൂഢോത്രമുള്ള വീട്ടിൽ പാപം പിടിച്ച ദൈവമക്കളെ അങ്ങോട്ട് ചെന്ന് ആമേൻ സ്വോത്രം മറ്റൊന്നല്ല മുടങ്കാലം അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇരുന്ന് എൻ്റെ ഭാഷയാ പഴയ തമ്പേറായിരിക്കും. തമ്പേർ ഇവിടെ തമ്പേറിയാക്കാച്ചോണ്ടായിരുന്നല്ലോ, ചോദിച്ചു നോക്ക്. ആ തമ്പേറുമൊക്കെ ഒന്ന് വെച്ച് അടിച്ച് ആമൻ ആത്മാവിലൊന്ന് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞാൽ നിന്റെ സകല കെട്ടും പൊട്ടുമെന്നാ പറഞ്ഞേ. ആഭിചാരത്തിന്റെ ശക്തികളെ നീ കളിക്കരുത്. കൂടോത്രം ചെയ്ത് ഞങ്ങളെ ഒതുക്കാൻ ചിന്തിക്കരുത്. അടിച്ച് നിന്റെ അണ്ടം ദൈവം കീറും. ആഭിചാരം ചെയ്തതിനെ ഒതുക്കാൻ നോക്കരുത്. ഇത് തീക്കളി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വ്യാപാരമാണ്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്ക്. ഇന്ന് രാത്രി കെട്ടുകളെ പൊട്ടിക്കുക. ദേശത്തിന്റെ പോരികൾ വെട്ടിയാറ് ദേശത്തുമായി കുടുങ്ങിയിരിക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ ദേശത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന വ്യാപാരം. ആരാധിക്ക്.
അന്ധകാരത്തിന്റെ കോട്ട ഇന്ന് രാത്രി അഴിയട്ടെ. കയ്യും കെട്ടി മൗനമായിട്ടിരിക്കരുത്. അന്ധകാരത്തിന്റെ കോട്ടകൾ അടിയട്ടെ. ദേശാധിപതിയുടെ ശക്തികൾ, ദേശത്ത് കുടുങ്ങിയിരിക്കുന്ന വ്യാപാരത്തിന്റെ പോര്, ആത്മാവിന്റെ ശക്തിയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗശാന്തി ഉണ്ടാകട്ടെ, രോഗാണുക്കൾ ഉരുകി പോകട്ടെ, ക്യാൻസർ ഇന്ന് രാത്രി മാറട്ടെ, മാറട്ടെന്ന്, ഉദരസംബന്ധമായ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുക. ഈ രാത്രി ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന രാത്രി. അത്ഭുതം ചെയ്യും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Oh Jesus. ശക്തികൾ, പോരികൾ, കുടിയിരിക്കുന്ന ശക്തികൾ ദേശത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ തെക്കിനോട് തടുത്തു വെക്കരുത്. ദേശത്തിന്റെ പള്ളക്കാടുകൾ അലകട്ടെ, തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കരമുയർത്തി ഹല്ലേലൂയ. ഞാന് 9:30 ആയതുകൊണ്ട് അങ്ങ് നിർത്തുക. പ്രസംഗത്തിന്റെ മുഖവരെ ആയതേ ഉള്ളൂ. 9:30 ആയില്ലയോ? മതി. ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. പ്രസംഗം തീർന്നിട്ടല്ലേ, പ്രസംഗത്തിന്റെ മുഖവരെ ആയതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഇത് ഇന്ന് നാളെ മറ്റന്നാളും പറഞ്ഞാലും തീരാത്ത, ചുമ്മാ തീരാത്തെന്ന് പറയല്ല, അതിനുണ്ടല്ലോ. സ്തോത്രം. മതി. ഈ ദേശത്തെ ദൈവം വിടിവിക്കും, ആത്മാക്കളെ ദൈവം വിടിവിക്കും, രോഗികളെ സൗഖ്യമാക്കും, നിരാശർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കും. യേശു നമ്മുടെ സമാധാനമാ. നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, പിന്നെ കോതമ്പും ഏവവും മുന്തിരിവെള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. ഒന്നുകൊന്നുക്ക് മെച്ചമാ. സുഭിക്ഷമായ ഉപജീവനം കഴിയാവുന്ന മുന്തിരിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മട്ടങ്ങ് മാറും. അതല്ലേ പറഞ്ഞ മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് ശക്തീകരിക്കുന്നതാ മുന്തിരി. നീ ഊമം തെറ്റി ഇരിക്കുക. ഇന്ന് രാത്രി നീ അത് കഴിച്ചേ, നിന്റെ സകല ഞരമ്പും ത്രസിക്കും. അത്തിയുണ്ടെന്ന്, അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. അത്തിപ്പടക്കട്ട കൊണ്ട് ആ പരുവക്കേടി കിടന്നവൻ്റെ പരുവിപ്പുരട്ടിയപ്പം അവൻ ചാടി എഴുന്നേറ്റു. ഇത് രോഗശാന്തിയാ. ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ട്. ഇത് ഉപദേശിമാരും കൊടുക്കുന്ന നല്ല രോഗശാന്തി. ഒരു ഉപദേശി പ്രാർത്ഥിച്ചാലും രോഗം സൗഖ്യമാകില്ല. യേശു അത്ഭുതം ചെയ്യണം. രോഗശാന്തി വരപ്രാപ്തന്മാരെ അറിയിക്കുക. അയാളുടെ വെമ്പളെ ആശുപത്രി കിടക്കുക. വരപ്രാപ്തന്റെ വണ്ടിക്കകത്ത് മുഴുവൻ കുളുകയാണ്.
ഇതേതാ? അത് പ്രഷറിൻ്റെ. ഇതോ? അത് കൊളസ്ട്രോളിൻ്റെ. ഇതേതാ? അത് ഷുഗറിൻ്റെ. പിന്നെ ഇതന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നതാ. അതിനാ രോഗശാന്തി. എടാ, ഇത് ആരുടെയും കുത്തകയല്ലെന്ന് യേശുവാ സൗഖ്യമാക്കുന്നേ. പിന്നെ ഓരോരുത്തരെ ദൈവം ആയുധമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് മകത്വം. ഈ ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ടെന്ന്. അങ്ങനല്ലേ പെന്തിക്കോസ് വളർന്നത്. പെന്തിക്കോസ് അങ്ങനെ വളർന്നത്. അല്ലാതെ കാജിൻ്റെ മിടുക്ക് കൊണ്ടോ പണത്തിൻ്റെ പ്രതാപം കൊണ്ടോ കുടുംബതേട്ടത കൊണ്ടൊന്നും വളർന്നതല്ല. വിശ്വാസമുള്ളവരുണ്ട് അതിനകത്ത്. പേപ്പട്ടി കടിച്ചിട്ട് പോലും മരുന്നെടുത്തില്ല. കടിച്ച വട്ടിയത്ത് കുറച്ച്. കൊച്ചമ്മ എത്ര നാൾ ജീവിച്ചിരുന്നു? കൊച്ചമ്മ പിന്നെ പേപ്പട്ടിയേക്കാളും സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. മൂർഖം പാമ്പ് കൊത്തി എത്ര എണ്ണം ഉണ്ടായിരുന്നു? മരുന്നൊന്നും എടുത്തില്ലെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായി. നമ്മുടെ തേക്കടി സെൻട്രൽ പാസ്റ്ററുടെ ഭാര്യ ചെല്ലമ്മ കൊച്ചമ്മ, അയ്യോ ആ തള്ളേനെ പാമ്പ് എത്ര കൊത്തിയെന്നറിയാം. അവസാനം പാമ്പ് നാണം കേട്ട് നിന്നെ ഇനിയും കൊത്തുകയല്ലെന്ന് പറഞ്ഞു. മരുന്നൊന്നും എടുത്തില്ല. യേശു വിടുവിച്ചു. ദൈവത്തിന് മകൻ. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു കോമരകത്ത്. നാളെ ഞാൻ സഭയെ സാക്ഷി പറഞ്ഞതാ. അവർ കോമരകത്തിൽ നിന്ന് യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പം നടന്ന് ചട്ടയും മുണ്ട് കൊടുക്കുന്ന അമ്മയാണ്. നടന്ന് ഇങ്ങോട്ട് വന്നപ്പം കോട്ടയം ടൗണിലെ ഈ കാല് ഓടയ്ക്കകത്തോട്ട് പോയി. സ്പീഡിൽ വന്നതാ. ഓടയിലോട്ട് കാല് പോയി. കാലങ്ങ് പോയപ്പം ഒരു കമ്പി അങ്ങോട്ടും കയറി, ഒന്ന് ഇങ്ങോട്ടും കയറി. ഇത് തുളഞ്ഞ് അങ്ങോട്ട് നിന്ന് അവിടെ നിന്നൊരെണ്ണം തുളഞ്ഞ് ഇപ്പറേ വന്നു. എന്നാ ചെയ്യാന്? വലിച്ചൂരാൻ പറ്റുമോ? അവിടെ കിടന്നു. പിന്നെ പെട്ടെന്ന് ആൾ കൂടി ചുമതലപ്പെട്ടവരെ വന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സമയം ഒത്തിരി എടുത്തു. തുരുമ്പ് പിടിച്ച കമ്പിയല്ലേ, കട്ട് ചെയ്തെടുത്ത് മരക്കിയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. വേദനിച്ചില്ല. കൊച്ചമ്മ എന്നോട് പറഞ്ഞതാണ്. പിന്നെ അവിടെ ഒരു പരുവത്തിന് കടന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വള്ള പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോരുന്നെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അള്ള പറഞ്ഞാൽ ഈ ഭ്രാന്ത് പോയടാ, എൻ്റെ ഭ്രാന്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പോയി. എനിക്ക് മരുന്ന് വേണ്ട. അന്നേരം ആരാണ്ട് പറഞ്ഞു അവരവിടെ കണ്ട് ആകട്ടെ നിനക്ക് എന്നാ അത്ര ദീനമെന്ന്. പിന്നെ ആ തള്ള പറഞ്ഞു ഒരു കടയിൽ നിന്ന് ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ച് തരാമോന്ന്. ആരോ കരുണയുള്ളൊരുത്തരുണ്ടായിരുന്നു എന്ന് വെളിച്ചെണ്ണ മേടിച്ചു. അള്ള കൈ വെളിച്ചെണ്ണ എടുത്ത് വെച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രത്തിന് ശക്തി ഉണ്ട് കേട്ടോ. നീ പറയുന്ന സ്തോത്രം പോലെ അതിനൊന്നും ശക്തി ഒന്നുമില്ല, നിനക്കും ഇല്ല. നീ ഉമ്മ സൈക്കിളിന് കാറ്റടിക്കുമ്പോൾ പിന്നെ പ്യാജ് ചപ്പും. ഇനി എന്നാ ചപ്പാനാ? ചപ്പി ഒരു പരുവത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. എടാ നല്ല പെടിച്ചില് പോലെ സ്തോത്രം പറയണം. പെണ്ണക്കൊച്ചമ്മ എണ്ണയെടുത്ത് സ്തോത്രം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. ആ മുറിവിനകത്തോട്ട് ഒഴിച്ചു. രണ്ട് തുളയാ ഒഴിച്ചു. കച്ചമുറി കീറി കെട്ടാൻ പറഞ്ഞു. ആരോണ്ട് പിള്ളേർ കരുണയുള്ളവ കെട്ടി. ഒരു ഓട്ടോയിൽ കയറി പാലമുട്ടിൽ പാസ് ഇട്ടി ഉപദേശിയുടെ എടുക്ക വന്നു. അപ്പച്ചൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് സെപ്റ്റിക്കാകും, തുരുമ്പുള്ള കമ്പിയല്ലേ. അമ്മ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ തള്ള എഴുന്നേറ്റ് നിന്ന് തുള്ളുന്നു. ഒരു കുഴപ്പവും വന്നില്ല. ഇതാ പെന്തിക്കോസ്. ഞാനിപ്പോൾ ഒരനുഭവം പറയാം. നിങ്ങൾക്ക് ഇതുപോലെ 100 അനുഭവങ്ങളുള്ളവരാ, അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്നത്. ഇത് കാശിന്റെ വലിപ്പം കൊണ്ടല്ല, വിശ്വാസം. അതാ പെന്തിക്കോസ്. ഇതിനെ തകർക്കാൻ നോക്കുന്നവർ തകരുന്നതല്ല, അതിനൊരു ഭംഗം ഉണ്ടാകത്തില്ല. ഇത് ആത്മശക്തിയാലാ പണിയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി രോഗശാന്തി ഉണ്ടെന്ന് ഉമ്മാവുള്ള മരുന്നെല്ലാം കൂടെ മേടിച്ച് ഇത് ബിസിനസ് അല്ലേ? നിങ്ങൾ റോഡിലെല്ലാം പരസ്യമാ. സകല ഹൃദയവും എങ്ങോട്ടാ? പിന്നെ നമുക്ക് ഹൃദയം ഇല്ലാത്ത കൊണ്ട് പോകണ്ട. കാരണം ഹൃദയം കർത്താവിന് 80 ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് കൊടുത്തതാ ഹൃദയം. സകല ഹൃദയവും റോഡിലൊക്കെ നിങ്ങൾക്ക് മുഴുവൻ പരസ്യമല്ലേ? തന്നെ ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് ആശുപത്രിക്കാർ ഇങ്ങോട്ട് വിളിക്കുക. തിങ്കളാഴ്ച വരുമല്ലോ, ഇങ്ങോട്ട് വിളിക്കുക. പിന്നെ എല്ലാം പാക്കേജാ. ചുമ്മാ ഇരിക്കുന്ന ബേബിയും പോവുക പരിശോധിക്കാൻ. ഇട്ട് നിനക്ക് ഇവിടെ എങ്ങാനും ഒന്ന് ഗോത്രം പറഞ്ഞാൽ പോരെ? ഈ തുറം പൊണ്ണനെയൊക്കെ പരിശോധിച്ചാൽ എന്തെങ്കിലും കാണുകയല്ലേ? എന്നെ ഇപ്പോൾ കൊണ്ട് പരിശോധിച്ചാൽ ഒരു 10 ലക്ഷത്തിൻ്റെ എങ്കിലും കാണും രോഗം. ഇന്നത്തെ രീതി അനുസരിച്ച് ഈ അമ്മാമ്മയ്ക്കും കാണും ഒരു 5 ലക്ഷത്തിൻ്റെ. ഉണ്ടമ്മേ. പിന്നെ ഉണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കാണും പറയാം. യോണച്ചാനും ഒരു 4-5 ലക്ഷത്തിൻ്റെ ഒക്കെ 5 അല്ലെന്നാ തോന്നേ. നാളെ ഇവൻ പറഞ്ഞ് ആശുപത്രി പോകുമ്പോലും കാശില്ലെന്ന് എന്നോട് പറഞ്ഞതാ. നീ നാളെ എന്നോട് പറഞ്ഞതാ. ആര് പറഞ്ഞു? നീ എന്നോട് പറഞ്ഞത്. കള്ള
എന്നോട് പറഞ്ഞല്ലോ പപ്പായ്ക്ക് ആശുപത്രി പോകാൻ പോലും ആണ് എന്നോട് പറഞ്ഞതാ. അപ്പം കണ്ണേ നോക്കി കള്ളം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗമുള്ളവരാ. ഒരു 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ഒക്കെ രോഗമുണ്ടെന്ന്. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ മർമ്മം എന്നാണെന്നറിയോ? നീ സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാ, നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാ, അല്ലാതെ നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ ഭക്ഷണത്തിന്റെ ക്രമം കൊണ്ടൊന്നുമല്ല, ജീവിതത്തിന്റെ ചിട്ട കൊണ്ടൊന്നുമല്ല. ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാ, നീ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയുന്നത് കൊണ്ടാ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി, യേശു നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശു നിന്നെ വിടുവിക്കുന്ന രാത്രി. അടമന ദുരബലപടമല ദിരിവികബലപടമന ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. കടമന ഓ ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതലമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. ഇത് നിനക്ക് വിടുതൽ തരുന്നതാ. ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നേ. അമ്പലത്തിൽ പോയിച്ച് വീട്ടിലോട്ട് വരുമ്പോഴാ ഒരു വീടിൻ്റെ മുറ്റത്ത് യോഗം രക്ഷിക്കപ്പെടുന്നത്. യേശു എന്നെ രക്ഷിച്ചു. എനിക്ക് രോഗശാന്തി എൻ്റെ കർത്താവ് നൽകി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ദൈവം നിർത്തി. ദൈവത്തിൻ്റെ കൃപയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇനി അപേക്ഷിക്കുന്ന പ്രാർത്ഥന. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇറങ്ങിത്തിരിച്ചത് മണ്ടത്തരമാണ്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുക. എനിക്ക് സൺഡേ സ്കൂളൊന്നും പഠിക്കാനൊത്തില്ല. സ്തോത്രം. എനിക്ക് നേരത്തെ വരാനൊത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാം. രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അവൻ നമ്മളാലാവും വിധം വിശുദ്ധ ജീവിതം നയിക്കുക. എനിക്ക് ഇന്ന് വരെ തോന്നിയില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വന്നത് മണ്ടത്തരമാണ്. ഞാൻ പെന്തിക്കോസുകാരനായതിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ആളാണ്. എനിക്ക് അഭിമാനമാണ്. അതെ അതെ, സ്തോത്രം. ചെറിയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചിലർ എന്നെ കണ്ടാലും ചിലർക്ക് അറിയാം. സ്തോത്രം. പെന്തിക്കോസാന്ന് പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. എൻ്റെ ശൈലി പറയുക, പ്രമാണപിത രക്ഷിക്കപ്പെടുക. ദൈവം അതിന് ഭാഗ്യം നൽകി. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്. ആരെല്ലാം പോയാലും നീ പോകരുത്. നീ വിടുതൽ അനുഭവിച്ച ദൈവ പൈതലാ. കർത്താവ് ഇതുവരെ നിന്നെ നടത്തി. അല്പസമയങ്ങളെല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇത്രയും സമയം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഈ പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ പിന്നീട് എന്തെങ്കിലും എവിടെ വെച്ചാലും ബാക്കി നമുക്ക് ചിന്തിക്കാനും അയവറക്കാനും അവസരം ദൈവം തരട്ടെ. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഷിനുവായിട്ടുള്ള ആ ഇരിപ്പ് വശം അനുസരിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെ. വീട്ടിൽ വെച്ചു അദ്ദേഹം ആമേൻ സ്തോത്രം. എനിക്ക് വേണ്ടപ്പെട്ടയാളാ, വിശേഷിച്ച് ജോണച്ചായന് ആമേൻ സ്തോത്രം. എനിക്ക് ഷിനുവിനോട് ഒരു ബഹുമാനം. ഞാൻ ചില പോരാട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ കൂടെ നിന്ന ഒരാളിൽ ഒന്നാ. എൻ്റെ ഭാഷ പറഞ്ഞാൽ കട്ടക്കട്ട നിൽക്കുകയായിരുന്നു. ദൈവം നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനും പിന്നെ കല്യാണം കഴിക്കണം. ചുമ്മാ ഇങ്ങനെ ഇതിലെല്ലാം കാള കളിച്ച് നടക്കരുത്. എടാ, ഈ തന്തയും ചാകും, ഈ തള്ളയും ചാകും. മിണ്ടായിരിക്കുന്ന. പിന്നെ ഇത് പറയാതെ ഈ ദേശത്തിന് നടുവിലാണ് പറഞ്ഞത്. നീ കല്യാണം കഴിച്ചില്ലേ, നീ ഇങ്ങനെ കിണ്ണം കണം വെച്ച് കൊട്ടിയാലൊന്നും കാര്യം നടക്കുകയല്ല. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു ദോഷവും വരികയില്ല. ദൈവം ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കും.